Hi dear students, welcome to Innovations Technical Institute. 2025 BTech ലെറ്റിൻ്റെ പുതിയൊരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് ഇന്നോവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം BTech ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമ സ്റ്റുഡൻസിന് ഈ ഒരു സ്കീമിലൂടെ BTech സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. അപ്പോൾ BTech ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ പോളിടെക്നിക് ഡിപ്ലോമ സ്റ്റുഡൻസിന് BTech സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതണം. ആ എൻട്രൻസ് എക്സാമിൻ്റെ പേരാണ് BTech ലെറ്റ് അഥവാ BTech ലാറ്ററൽ എൻട്രി ടെസ്റ്റ്. കേരളത്തിൽ എല്ലാ വർഷവും 2 ലെറ്റ് എൻട്രൻസ് എക്സാമുകളാണ് നടക്കാറുള്ളത്. അതിൽ ഒന്ന് KTU BTech ലെറ്റ്, രണ്ടാമത്തത് QSAT BTech ലെറ്റ്. അപ്പോൾ ഈ 2 എൻട്രൻസ് എക്സാമുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇന്നോവേഷൻസിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 ലെറ്റിനും കൂടെ ഉള്ള ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് KTU BTech ലെറ്റിൻ്റെ സിലബസ് എടുത്താൽ നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിലൊന്നാണ് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ 2 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. ഈ 2 മൊഡ്യൂളിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് KTU BTech ലെറ്റ് എൻട്രൻസ് എക്സാമിന് വരും. അടുത്ത സബ്ജക്റ്റാണ് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 2 മൊഡ്യൂളാണ്. ഈ 2 മൊഡ്യൂളിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ഉണ്ടാകുക. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ BTech ഫസ്റ്റ് ഇയറിൽ സെലക്റ്റഡ് സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ BTech ഫസ്റ്റ് ഇയറിൽ സിലബസ് മാറിയിട്ടുണ്ട്, പുതിയ സിലബസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ BTech ലെറ്റ് എൻട്രൻസ് എക്സാമിന് പുതിയ സിലബസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെ ഇവിടെ ഈ ഒരു കോഴ്സിന് പഠിപ്പിക്കുക പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ ഇതിൽ BTech ഫസ്റ്റ് ഇയറിൽ ഇതൊരു ഒറ്റ സബ്ജക്റ്റാണ്, ബേസിക്സ് ഓഫ് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ നമ്മൾ ലെറ്റിന് കോച്ചിങ്ങിന് പഠിപ്പിക്കുന്ന സമയത്ത് 2 ടീച്ചേഴ്സ് 2 സബ്ജക്റ്റായിട്ടാണ് പഠിപ്പിക്കുക. ഇനി അടുത്ത സബ്ജക്റ്റാണ് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇതിൽ 2 മൊഡ്യൂളാണുള്ളത്, 15 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക. അടുത്ത സബ്ജക്റ്റാണ് ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 2 മൊഡ്യൂൾ 15 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ BTech ഫസ്റ്റ് ഇയറിൽ ഇത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ട് ഒരൊറ്റ സബ്ജക്റ്റ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ 2 ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുക, 2 സബ്ജക്റ്റായിട്ടാണ് പഠിപ്പിക്കുക. ഇനി അടുത്തത് കമ്പ്യൂട്ടറാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ ആണ് പഠിക്കാനുള്ളത് അല്ലേ. ബേസിക്, സിവിൽ, മെക്ക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കോർ ബ്രാഞ്ചുകൾ. ഇനി ഒരു കോർ ബ്രാഞ്ചും കൂടെ ഉണ്ട്, അത് കമ്പ്യൂട്ടറാണ്. അപ്പോൾ അടുത്ത കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ പേര് ഇവിടെ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്നാണ്. ഇതിൽ 4 മൊഡ്യൂളാണുള്ളത്. ഈ 4 മൊഡ്യൂളിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക. പിന്നെ അടുത്തൊരു പേപ്പറാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് റിലേറ്റഡ് പേപ്പറാണ്. അതിൽ 5 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. 5 മൊഡ്യൂളിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. മാത്സിൽ 5 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. 5 മൊഡ്യൂളിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് വരിക. ബാക്കി എല്ലാ സബ്ജക്റ്റിനും 15 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ മാത്സിൽ 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇനി ലാസ്റ്റ് സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ ഇവിടെ 120 ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ 1 മാർക്കാണ് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പോയില്ല. നമ്മൾ പണ്ടത്തെ ലെറ്റ് KTU ലെറ്റിന് ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4 വർഷമായിട്ട് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ഇവിടെ മാക്സിമം മാർക്ക് 120 ആണ്. 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നമുക്ക് KTU BTech ലെറ്റിന് പഠിക്കാനുള്ളത്. ഇത് നിങ്ങളെ ഓൺലൈനായിട്ട് നമ്മൾ പഠിപ്പിക്കും. ഇനി അടുത്ത QSAT BTech ലെറ്റ് എടുത്താൽ ഇതിൽ നമുക്ക് 5 സബ്ജക്റ്റാണ് പഠിക്കാനുള്ളത്. അതിലൊന്ന് മാത്സ് ആണ്. മാത്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് QSAT BTech ലെറ്റ് എൻട്രൻസ് എക്സാമിന് ഉണ്ടാവുക. ഇനി അടുത്ത സബ്ജക്റ്റാണ് ജനറൽ എഞ്ചിനീയറിംഗ്. ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക് ബ്രാഞ്ചുകളൊക്കെ വരുന്നുണ്ട്. സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്. ഈ 5 ബ്രാഞ്ചുകളെ ഒരുമിച്ചാണ് ജനറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇതിൽ 50 ക്വസ്റ്റ്യൻസ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് 3ാമത്തെ സബ്ജക്റ്റ്. ഇതിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ QSATൻ്റെ സിലബസും KTUവിൻ്റെ സിലബസും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഏകദേശം സെയിം തന്നെയാണ്. മെക്കാനിക്സും ഏകദേശം സെയിം തന്നെയാണ്. കമ്പ്യൂട്ടറിൽ വ്യത്യാസമുണ്ട്, മാത്സിൽ വ്യത്യാസങ്ങളുണ്ട്. മാത്സ് QSAT BTech ലെറ്റിൻ്റെ മാത്സ് ഒന്നും കൂടെ സിമ്പിളാണ്, +2 ലെവലുള്ള മാത്സാണ്. KTU BTech ലെറ്റിൻ്റെ മാത്സ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ലെവലിലുള്ള മാത്സാണ്. പിന്നെ QSAT BTech ലെറ്റിന് മാത്രം വരുന്ന ഒരു അഡീഷണൽ സബ്ജക്റ്റാണ് ഗ്രാഫിക്സ്. KTU BTech ലെറ്റിനില്ല. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസ്, പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആണ് QSAT BTech ലെറ്റിന് ഉണ്ടാവുക. ഇവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 1 മാർക്കല്ല 3 മാർക്കാണ് കിട്ടുക. ഇവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് 1 കുറയും. അപ്പോൾ QSAT BTech ലെറ്റ് എൻട്രൻസ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണം, നല്ലത്. നിങ്ങളത് കറക്കി കുത്തി തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറയും. അപ്പോൾ ഇവിടെ മാക്സിമം മാർക്ക് വരിക 200 × 3 ആണ്. ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 3 മാർക്കാണ്, അപ്പോൾ 600 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങളെ പഠിപ്പിക്കുക. ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയാണ് പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് ക്രാഷ് കോഴ്സാണ്. അപ്പോൾ BTech ലെറ്റ് 2025 ഓൺലൈൻ ക്രാഷ് കോഴ്സ്.
ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ലേണിംഗ് ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിൻ്റെ പേര് BTech LET 2025 C ക്രാഷ് കോഴ്സ്. നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരെ 5 മന്താണ് വരിക, 5 മാസമാണ് ഡ്യൂറേഷൻ വരിക. അപ്പോൾ നമുക്കത് ഫെബ്രുവരിയാണ്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ വരെ ക്ലാസ്സുകൾ ഉണ്ടാകും. ജൂൺ ലാസ്റ്റ് ആയിരിക്കും നമുക്ക് KTU ലെറ്റ് എൻട്രൻസ് എക്സാം വരിക. അതിൻ്റെ ഒരു മാസം മുമ്പ് QSAT ലെറ്റ് എൻട്രൻസ് എക്സാം ഉണ്ടാകും. അപ്പോൾ ഇവിടെ നമുക്ക് കോഴ്സ് ഫീ വരുന്നത് 4800 ആണ്. 5 മാസത്തെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് 4800 ആണ്. നിങ്ങൾക്ക് ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചേരുന്ന സമയത്ത് 2400, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2400 അടക്കാം. ഇതിൻ്റെ കോഴ്സിൻ്റെ വാലിഡിറ്റി വരെ നമുക്ക് എക്സാം വരെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, ലൈവ് സെഷൻസ് ഉണ്ടാവും, എക്സാംസ് ഉണ്ടാവും, പിന്നെ അതേപോലെ ഒരു പ്രിൻറ്റഡ് റാങ്ക് ഫയൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതിൽ 4000 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഒരു 16 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഈ ഒരു റാങ്ക് ഫയലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഇവിടെ നിങ്ങൾ ഓൺലൈനായിട്ട് കോഴ്സിന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് 3 കാര്യങ്ങളാണ് വരുന്നത്. റെക്കോർഡഡ് ക്ലാസ്സുകളുള്ള ദിവസങ്ങളുണ്ടാവും, എക്സാംസ് ഉള്ള ദിവസങ്ങളുണ്ടാവും, ലൈവ് സെഷൻസ് ഉള്ള ദിവസങ്ങളുണ്ടാവും. നമുക്ക് ഓരോ മാസവും ടൈം ടേബിൾ ഉണ്ടാവും. നിങ്ങൾക്ക് ടൈം ടേബിൾ തരും. അപ്പോൾ ടൈം ടേബിൾ പ്രകാരം കറക്റ്റ് നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പ്രീവിയസ് റിസൾട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓഫ്ലൈനായിട്ട് പഠിച്ചാലും ഓൺലൈനായിട്ട് പഠിച്ചാലും നല്ല റാങ്ക് വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് നിങ്ങളാണ് ഓൺലൈനായിട്ട് പഠിക്കുന്ന സമയത്ത് റെക്കോർഡഡ് ക്ലാസ് ടൈം ടേബിളിൽ ഇന്ന ദിവസം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് ഇന്ന റെക്കോർഡഡ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ആപ്പിൽ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകും. ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇന്ന ദിവസം ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ 3-4 ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണണം. അപ്പോൾ നിർബന്ധമായിട്ടും ശനിയാഴ്ചയുള്ള ക്ലാസ് ശനിയാഴ്ചനെ കാണാം, ഞായറാഴ്ചയുള്ള ക്ലാസ് ഞായറാഴ്ചനെ. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് രാവിലെ 9 മണിക്കാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ 10 മണിക്കോ ഉച്ചക്കോ വൈകിട്ടോ ആ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കാണാം. പിന്നെ അതേപോലെ ഞായറാഴ്ചയുള്ള ക്ലാസ്സിൽ ഞായറാഴ്ച. അപ്പോൾ ടൈം ടേബിൾ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എക്സാം ഉള്ള ദിവസം കറക്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലൈവിൽ നിങ്ങൾ പങ്കെടുത്തുള്ള അഡ്വാൻറ്റേജ് എന്താണ്? അതിൽ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാം. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറെ ടീച്ചേഴ്സിൻ്റെ നമ്പർ തരും, അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഓൺലൈനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാ ഫെസിലിറ്റി ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളത് കറക്റ്റ് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നോവേഷൻസ് നടത്തുന്ന ഓൺലൈൻ ക്രാഷ് കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു നമ്പറിൽ 9496326505 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ പ്ലേ സ്റ്റോറിലെ ആപ്പിൻ്റെ ലിങ്കും, ഐഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിലെ ആപ്പിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരും. എന്നിട്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ലോഗിൻ ചെയ്യണം. ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് BTech LET 2025 ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് കാണാം. അപ്പോൾ ഇതിൽ ഗെറ്റ് ദിസ് കോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതേപോലെ കാണിക്കും. ഇവിടെ ടോട്ടൽ എമൗണ്ട് കാണിക്കും 4800. നിങ്ങൾ ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബൈനോ എന്ന് കൊടുത്താൽ മതി. ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നവർ ബൈനോ എന്ന് കൊടുക്കുക. അപ്പോൾ ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ഇനി ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് 2 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ പേജ് താഴോട്ട് സ്ക്രോൾ ചെയ്യും. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പേ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. പേ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഇൻസ്റ്റാൾമെൻറ്റ് ഓപ്ഷൻ വരും, 2400. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അത് പേയ്മെൻറ്റ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ കോഴ്സ് ലോക്കാവും, പിന്നെ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റില്ല. അപ്പോൾ അതും കൂടെ മൈൻഡിൽ വേണം. പേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ആയിട്ട് ചെയ്യുന്നവർ കറക്റ്റ് ആ ഒരു ഡേറ്റിൽ തന്നെ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കണം. ഇവിടെ പേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് പേജ് കാണിക്കും. ഇതിൽ ഫോൺ പേ, ആമസോൺ പേ, UPI ID ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ ഒന്നും ഇല്ലെങ്കിൽ പാരൻസിൻ്റെ ഗൂഗിൾ പേ, ഫോൺ പേ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അവർ UPI ID ഇവിടെ കൊടുക്കുക. ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫോൺ പേ ആണെങ്കിൽ ഇതിൽ UPI ID കൊടുക്കുക, ഗൂഗിൾ പേ ആണെങ്കിൽ ഇതിൽ UPI ID കൊടുത്തു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഫോണിൽ പേയ്മെൻറ്റ് ഇത് വരും. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആപ്പിലെ കോഴ്സ് അൺലോക്ക് ആവും. ഓക്കെ, അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് അൺലോക്ക് ആയിട്ട് ഇങ്ങനെയാണ് വരിക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഓവർവ്യൂ, കണ്ടൻറ്റ്, ലൈവ് ക്ലാസ് എന്ന് കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോഴ്സിൻ്റെ ഓവർവ്യൂ ഡീറ്റെയിൽസ് ഉണ്ടാകും. ഇതിൽ കണ്ടൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടൻറ്റിനകത്താണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരിക. ഇതിനകത്ത് ഇങ്ങനെ ഫോൾഡർ കാണാം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഞാൻ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റുകളുടെയൊക്കെ ഫോൾഡർ കാണാം. ഇതിനകത്താണ് ക്ലാസ്സുകൾ വരിക. ഇനി ലൈവ് ക്ലാസ്സുകൾ ഇതിനകത്തും ഉണ്ടാവും. അപ്പോൾ ഇവിടെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് അയച്ചു തരും. അപ്പോൾ ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സ് പർച്ചേസ് ചെയ്താൽ റാങ്ക് കിട്ടില്ല. നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ പഠിക്കണം. കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ടേബിൾ അയച്ചു തരും.
എന്നിട്ട് പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് വീക്കിലി ഒരു 4 ക്ലാസ് ആണെങ്കിൽ അതിൽ 2 ദിവസം റെക്കോർഡ് ക്ലാസ്, ഒരു ദിവസം എക്സാം, ഒരു ദിവസം ലൈവ് ഉണ്ടാവും. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാവും. അപ്പോൾ അതിൽ കുറച്ച് ലേറ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർക്ക് പഴയ ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സും എക്സാമും ലൈവൊക്കെ ആപ്പിൽ റെക്കോർഡറായിട്ട് കിട്ടും. അപ്പോൾ ലേറ്റായിട്ട് അഡ്മിഷൻ എടുക്കുന്നവർ ഇപ്പോൾ ഈ മാസമാണ് നമ്മൾ ഫെബ്രുവരിയാണ് പിന്നെ ഈ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ മാർച്ചിലും ഏപ്രിലൊക്കെയാണ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ പഴയ ക്ലാസ്സിൽ കാണാനുണ്ടാവും. അപ്പോൾ ഏറ്റവും ബെറ്റർ നിങ്ങൾ ഈ ഒരു ഫെബ്രുവരി ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ അഡ്മിഷൻ എടുക്കുക. പിന്നെ നമുക്ക് 2 മാസത്തെ കോഴ്സ് ഉണ്ട്. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് 3000 ഫീസ് വരുള്ളൂ, പക്ഷേ ഡ്യൂറേഷൻ കുറയും. അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കോഴ്സാണിത്. നമ്മൾ റെഗുലർ കോഴ്സിൻ്റെ 1 ഇയറിൻ്റെ അതിപ്പോൾ ക്ലാസ്സുകൾ ഒരുപാടായി. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ലൊരു കോഴ്സ് ഇതാണ് നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സ്. ഇനി 2 മാസത്തെ കോഴ്സിൻ്റെ 2 മാസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റിയ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് എടുത്ത് തരും. പക്ഷേ നിങ്ങൾ അത്രയും സമയം ഇരുന്ന് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 5 മാസം നമുക്ക് അത്യാവശ്യം ഡ്യൂറേഷൻ ഉണ്ട്. ഈസി ആയിട്ട് നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റും. നല്ല ടോപ്പ് റാങ്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ചാൽ നല്ല റാങ്ക് വാങ്ങിക്കാൻ നമ്മൾ പ്രീവിയസ് റിസൾട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നോവേഷൻസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 14 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ വർഷവും നമുക്ക് നല്ല മികച്ച റിസൾട്ടാണ്. ഇപ്പോൾ ഇതിൽ 2022 റിസൾട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ നിഷ്ല ഓഫ്ലൈനായിട്ട് ഇന്നോവേഷൻസിൻ്റെ മഞ്ചേരി സെൻറ്ററിൽ പഠിച്ചാണ്. നമുക്ക് മഞ്ചേരി, തിരൂർ, കോഴിക്കോട് ഈ 3 സ്ഥലത്താണ് ഓഫ്ലൈൻ സെൻറ്ററുകളുള്ളത്. അപ്പോൾ ഇങ്ങനെ 2022 മഞ്ചേരി ഇന്നോവേഷനിൽ പഠിച്ച നിഷ്ലയാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയത്. ഇനി ഇവിടെ സെക്കൻഡ് റാങ്ക് വാങ്ങിയത് പിന്നെ കോട്ടയം പോളിയിൽ പഠിച്ച അരുൺ എസ് നായരാണ്. അപ്പോൾ അരുൺ ഇവിടെ വന്നിട്ടില്ല, ഓൺലൈനായിട്ട് പഠിച്ചാണ്. അപ്പോൾ അരുൺ എന്താ ചെയ്തത്, ഇതേപോലെ ഓൺലൈനായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്തു, കറക്റ്റ് ക്ലാസ്സുകൾ കണ്ടു, ടൈം ടേബിൾ അനുസരിച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ് കാണും, ലൈവ് എന്നുള്ളത് ലൈവ്, എക്സാം ഉള്ളത് എക്സാം, അങ്ങനെ കറക്റ്റ് ഓർഡറിൽ പഠിച്ച ഇതേപോലെ സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് ഒക്കെ വാങ്ങി. അത് തേർഡ് റാങ്ക് വാങ്ങിയത് ശ്രീദേവ് ടി നമ്മളെ കോഴിക്കോട് ഇന്നോവേഷനിൽ വന്ന സ്റ്റുഡൻ്റാണ്. ഇനി ഇതിൽ 4th റാങ്കും 5th റാങ്കും ഓഫ്ലൈനാണ്. 6th റാങ്കും 9th റാങ്കും അക്ഷയും സുഫൈറൊക്കെ എന്താണ് ഓൺലൈനാണ്. അപ്പോൾ ആദ്യത്തെ 10 എടുത്താലും ആദ്യത്തെ 100 എടുത്താലും അതിൽ ഒരേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നാലും അതിൽ എന്താണ് ഏകദേശം പകുതി എന്ന് പറയാം. ഓൺലൈൻ സ്റ്റുഡൻസും ഉണ്ട്, ഓഫ്ലൈൻ സ്റ്റുഡൻസും ഉണ്ട്. ഇനിയിപ്പോൾ 2023 റിസൾട്ട് എടുത്താൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ആദിൽ ഷബ്നാസ് ഓഫ്ലൈനായിട്ട് പഠിച്ചതാണ് കാലിക്കറ്റ് ഇന്നോവേഷൻസിൽ. ഇനി ഇവിടെ സെക്കൻഡ് റാങ്ക് വാങ്ങിച്ച രാജീവ് ഇവിടെ വന്നിട്ടില്ല, ഓൺലൈൻ സ്റ്റുഡൻ്റാണ്, ഓൺലൈനായിട്ട് പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് രാജീവിന് സെക്കൻഡ് റാങ്ക് കിട്ടിയത്, ആ ടൈം ടേബിൾ അനുസരിച്ച് കറക്റ്റ് പഠിച്ചു. ഇനി ഓഫ്ലൈൻ ആണെങ്കിലും പഠിച്ചാലേ റാങ്ക് കിട്ടുള്ളൂ കേട്ടോ. ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ കറക്റ്റ് വരണം, ഓൺലൈനാണെങ്കിൽ ഓൺലൈനായിട്ട് കറക്റ്റ് ക്ലാസ്സിൽ കേൾക്കണം. അപ്പോൾ മുഹമ്മദ് ദിൽഷാദ് 4th റാങ്ക്, 6th റാങ്ക്, മേഘ 7th റാങ്ക്, ഹസീർ റഹ്മാൻ ഇവരൊക്കെ ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണ്, ഓഫ്ലൈനാണ്. ഫസ്റ്റ് റാങ്ക് ഓൺലൈനാണ്, സെക്കൻഡ് റാങ്ക് ഓൺലൈൻ, 9th റാങ്ക് ഓൺലൈനാണ്, 11th റാങ്ക് ഓൺലൈനാണ്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഓൺലൈൻ സ്റ്റുഡൻസും വരുന്നുണ്ട്. അപ്പോൾ 2022 2023 ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ ആണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓൺലൈനായിട്ട് പഠിച്ചവരാണ്. അപ്പോൾ ഓൺലൈനായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാം. കാരണം എടുക്കുന്ന ടീച്ചേഴ്സ് സെയിമാണ്, കണ്ടൻറ്റ് സെയിമാണ്, മെറ്റീരിയൽ സെയിമാണ്, എല്ലാം സെയിമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും വാങ്ങിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രീഗണേഷ് ഹരി കോട്ടയം ഗവൺമെൻറ് പോളിയിൽ പഠിച്ച സ്റ്റുഡൻ്റാണ്, ഓൺ ഗോയിങ് സ്റ്റുഡൻ്റാണ്, പോളിയുടെ കൂടെ തന്നെ പഠിച്ച സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ലെറ്റ് 2026 പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു വർഷം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ 5th സെം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൂടെ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓൺലൈൻ ഓഫ്ലൈൻ 2 ഓപ്ഷൻ ഉണ്ട്. ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ ആണെങ്കിൽ കോഴിക്കോട്, മഞ്ചേരി, തിരൂർ, അടുത്ത പ്രാവശ്യം നമ്മൾ കൊച്ചിയിലും ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ 4 സ്ഥലത്താണ് ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ളത്. ഇപ്രാവശ്യം നമുക്ക് കൊച്ചിയിലില്ല, കാലിക്കറ്റ്, മഞ്ചേരി, തിരൂരേ ഉള്ളൂ. അപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ പോളിൻ്റെ കൂടെ തന്നെ ഒരു 1 ഇയർ കോച്ചിങ് എടുത്താൽ, അതേപോലെ 5 മന്ത് കോച്ചിങ് എടുത്ത് റാങ്ക് വാങ്ങിച്ചവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കറക്റ്റ് ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈനിൽ, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനിൽ കറക്റ്റ് ഓർഡറിൽ പഠിച്ചാൽ ഇതേപോലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്ക് ഒക്കെ വാങ്ങിക്കും. ഇവിടെ തേർഡ് റാങ്ക് വാങ്ങിച്ച നജാ ഫാത്തിമ ഓഫ്ലൈനാണ്. 4th റാങ്ക് വാങ്ങിയ ദർശൻലാൽ ഓൺലൈനാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും 4th റാങ്ക് ഓൺലൈൻ സ്റ്റുഡൻസാണ്. വൈശാഖൊക്കെ എപ്പോഴും ഡൗട്ടുകൾ ചോദിക്കും, ശ്രീഗണേഷ് ഇവരൊക്കെ വാട്സപ്പിൽ നിരന്തരം ഡൗട്ടുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇവിടെ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ലൈവിൽ ഇൻട്രാക്ട് ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് എപ്പോഴും വിളിക്കാം. അങ്ങനെ ടീച്ചേഴ്സിൻ്റെ നിങ്ങൾക്ക് നമ്പർ തരും, അവരായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇതേപോലെ റാങ്ക് വാങ്ങിക്കാം. ചില ആൾക്കാരുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പോകും, പിന്നെ ഒരു അഡ്രസ്സും ഉണ്ടാവില്ല, പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യും, ഇങ്ങനെ എക്സാം എഴുതിയില്ല, അപ്പോൾ ഒരു തിരക്കാണെന്നൊക്കെ പറയാം. അങ്ങനെ ആയാൽ റാങ്ക് കിട്ടില്ല. അപ്പോൾ തന്നെ പറഞ്ഞുതരാം, കോഴ്സ് പർച്ചേസ് ചെയ്ത് കറക്റ്റ് ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് തരും. നിങ്ങൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല റാങ്ക് വാങ്ങിക്കാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ട് എടുത്താൽ ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, 4th റാങ്ക് ഓൺലൈനാണ്, 5th 6th ഓഫ്ലൈനാണ്, 8th ഓൺലൈനാണ്, 9th 10th ഓഫ്ലൈനാണ്. അപ്പോൾ ആദ്യത്തെ 10 9 പേര് ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസാണ്. അതിൽ 5 പേര് ഓഫ്ലൈനും 4 പേര് ഓൺലൈനുമാണ്. അത് നമ്മൾ ആദ്യത്തെ 20 എടുത്താലും ആദ്യത്തെ
50 എടുത്താലും ആദ്യം 100 എടുത്താലും അങ്ങനെ തന്നെയാണ്. ഓൺലൈനും ഓഫ്ലൈനും ഏകദേശം ഒരേപോലെയാണ്. കുറച്ചൊരു 5% അല്ലെങ്കിൽ 10% കൂടുതൽ ആരാണ് ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണ്. എന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം എന്താണ് ഓൺലൈൻ സ്റ്റുഡൻസ് ഒരുപാട് പേര്, അതിന് മുമ്പത്തെ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഓൺലൈനായിട്ട് പഠിച്ച ഒരുപാട് പേര് നല്ല റിസൾട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് കോഴ്സ് എടുക്കുന്നവർ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് തരും. അപ്പോൾ അതനുസരിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് വാങ്ങിക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്യുസാറ്റിൻ്റെ റിസൾട്ട് എടുത്താലും അവിടെ 2nd റാങ്ക് വാങ്ങിച്ച നിഖിൽ പ്രകാശ് ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. 3rd റാങ്ക് വാങ്ങിച്ച ശ്രീശാൽ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. 4th റാങ്കും ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. ഇർഫാൻ 6th 7th ഓൺലൈൻ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ ഇന്നോവേഷൻസിലെ കണ്ടൻറ്റ് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈനാണെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തുതരും, ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈനായിട്ട് ചെയ്തുതരും. നിങ്ങൾ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റാങ്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.